ഓരോരുത്തരുടെ മനസ്സിലാണ് അവരുടെ ഗെയിം ഇരിക്കുന്നത്. അത് എത്രത്തോളം രൂക്ഷമാകാവോ അല്ലെ എത്രത്തോളം സോഫ്റ്റ് ആകാവോ. ഞാനൊക്കെ ആരെയും ഉപദ്രവിക്കണ്ട, മറ്റുള്ളവർക്ക് ഒരു ദോഷം വരണ്ട, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കാന്ന് വിചാരിച്ച് ഗെയിം കളിക്കാൻ പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പൊ തന്നെ പറഞ്ഞു, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ബിൻസി ആദ്യമായിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് ഷാനവാസായിട്ടാണ്. പക്ഷെ നിങ്ങളൊക്കെ ഒരേ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ടും ഒരേ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ബിൻസിയുടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കണ്ടന്റ് അത് എഗെയിൻ ആ ഒരു മൊമെന്റ് കണ്ടന്റ് ആക്കിയതും ഷാനവാസ് തന്നെയാണ് അല്ലേ? അവിടെ അതൊരു ഇഷ്യൂ ആക്കി അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതും അത് ബിൻസിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നോ? ഞാനുണ്ടല്ലോ എന്താ പറയാ, അവിടെ ഉള്ളവരെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ, അവരിങ്ങനെയൊക്കെ പറയും. ഇപ്പൊ ഞാൻ ഈ ഷാനവാസ് പറഞ്ഞൊരു കാര്യത്തിൽ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ ഹൗസിനുള്ളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ശരത്തേട്ടൻ രേഷ്മ ചേച്ചിയുടെ കാര്യമാണ്. അപ്പൊ പുള്ളി അവിടെ നിന്നിട്ട് പറഞ്ഞു എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, അവളാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറയും, അവരാണ് അത്രയും മോട്ടിവേഷൻ തന്നു വിട്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ഇതുവരെ അങ്ങനെ എനിക്ക് തോന്നുന്നു 1-2 തവണ മാത്രമേ ഞാനും പുള്ളിയും മാത്രമായിട്ടിരുന്നൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരത്തിൽ പുള്ളി രേഷ്മിച്ചിയുടെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു മോശമായിട്ട് ഇപ്പൊ ഷാനവാസ് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടന്റ് ആക്കാൻ വേണ്ടി 4 പാടെ എല്ലാരും കൂടെ അത് കുത്തിപ്പൊക്കി വന്ന് വിഷയമാക്കിയാണ്. അങ്ങനെ ഒരു സാധനം ആ വീടിനുള്ളിൽ ഇല്ല. അത് 100% നമുക്ക്